ഗുഡ് ആഫ്റ്റർനൂൺ. ലഞ്ച് സമയമാണ്, എല്ലാവരും വന്നോളൂ. ചോറെടുക്കുകയാണ് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ച്, ഡാല് രാവിലെ നാസ്തയ്ക്ക്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു. മീനൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് തീയൽ കറിയുണ്ട്. നമുക്ക് തടിയങ്കായ എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ തീയൽ. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. ശകലം തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഡാലും വേണ്ട, മുട്ട പൊരിച്ചത് ഇവർക്ക് വേണ്ടി പൊരിച്ച എനിക്ക് വേണ്ട. ഞാൻ ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പോവാം. പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ചില സമയത്ത് ചില കറികളൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടെങ്കിൽ ആ ഒരു കറിയും കൂട്ടി മാത്രം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ? ആ ഗണത്തിൽപ്പെട്ടവരാണോ? കിച്ചണിൽ ഇരുന്ന് കഴിക്കണം കേട്ടോ. ഡാൽ എനിക്ക് എടുക്കാൻ തോന്നിയില്ല, ഇന്ന് മീനില്ല. മുട്ട ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരെണ്ണം കഴിച്ചു, ഒന്നീ കൂടുതൽ കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. ഈ ഒരൊറ്റ കറിയിൽ കഴിക്കുക. ചെറുപ്പത്തിൽ കഴിക്കുന്ന ആ ഒരു ഇതില്ലേ, നമുക്ക് എല്ലാവരുടെയും ആ ഒരു ഓർമ്മയിൽ നമ്മൾ സ്കൂളിൽ നമ്മുടെ ഫ്രണ്ട്സ് ചോറ് കൊണ്ടുവരുമ്പം ആ ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ എന്തിനു മണം. ചിലവരാണെങ്കിൽ ദോശക്കകത്ത് ചട്നി അങ്ങോട്ട് ഒഴിക്കുക, ചട്നി എല്ലാം അങ്ങ് ദോശ അങ്ങ് പിടിച്ചെടുക്കും. ആ പാത്രം അങ്ങോട്ട് എടുക്കുമ്പോൾ ഭയങ്കര മണമായിരിക്കും. ചിലപ്പോൾ ഒരു ചമ്മന്തി ഒരു അച്ചാറും മാത്രമേ കാണൂ, ചിലപ്പോൾ ഒരു ചമ്മന്തി മാത്രമേ കാണൂ. ചില സമയങ്ങളിൽ നമ്മൾ കറി കൊണ്ടുവരുന്നതിനും ചോറ് മാത്രം കൊണ്ടുവന്ന ദിവസങ്ങളുണ്ടെങ്കിൽ ഓരോ കൂട്ടുകാരികളും അവരവരുടെ കറി നമുക്ക് പകുത്തു തരും. അപ്പം നമ്മുടെ തട്ടത്തിന്റെ അടപ്പ് നിറച്ച് ഇത്ര കറികളായിരിക്കും. ഇന്നാ അവിടുന്ന് ശോഭ പറയും ഇന്നാ രജിത പറയും ഇന്നാടി നീ വേടിയിരു. അങ്ങനെ എത്രയോ ഫ്രണ്ട്സ്. അങ്ങനെ അതൊക്കെ ഒരു കാലം. എപ്പോഴും എനിക്ക് നൊസ്റ്റു കഴിക്കുമ്പോഴേ ടിഫിനകത്ത് ചോറെടുത്ത് വെച്ചിട്ട് TV കണ്ടുകൊണ്ട് ടിഫിൻ തുറന്ന് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. എന്തെന്നുണ്ട് പഴയ കാലത്തെ ഓർമ്മകളും സ്മൃതികളും ഈ നൊസ്റ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇന്റർവെല്ലാകുമ്പം പപ്സും സമോസയും കഴിക്കാനായിട്ട് ഓടും. അപ്പോൾ കറക്റ്റ് സമോസയ്ക്കുള്ള പൈസ ആയിരിക്കും ചിലപ്പോൾ ഉള്ളത്. പപ്സ് എന്നും മേടിക്കത്തൊന്നുമില്ല, 5 രൂപ കൂടുതലായിരിക്കും പപ്സിന് അതിനെ അപേക്ഷിച്ച്. അന്നത്തെ സമയത്ത് 5 രൂപ കൂടുതലുള്ള ദിവസം പപ്സ് മേടിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ അന്നത്തെ സമോസയുടെ ടേസ്റ്റും ആ പപ്സിൻ്റെ ടേസ്റ്റും വർഷങ്ങൾ കഴിയുന്നതോടെ എന്തോ പല മസാലകളുടെ വ്യത്യാസമാണ് എന്താണെന്നുള്ളത് എനിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല. അതെനിക്ക് ഡ്രിങ്ക് നമ്മൾ വെള്ളം കുടിക്കത്തില്ലേ, പണ്ടൊക്കെ ഈ കടകളിൽ കയറി ജ്യൂസല്ല കുടിക്കുന്നത്, പപ്സിൻ്റെ കൂടെ കളർ വെള്ളമായിരിക്കും. ആ കളർ വെള്ളത്തിന്റെ ടേസ്റ്റ് ഇപ്പൊ ഇല്ല. ജസ്റ്റ് നിങ്ങളായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ. പിന്നെ എന്താ, എന്നും നമ്മൾ കിച്ചണിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് തന്നെ ഉണ്ടാക്കി നമ്മൾ വെച്ചുണ്ടാക്കി തരുന്ന ആഹാരം നമ്മൾ കഴിക്കുന്നത്. വല്ലപ്പോഴും ഏതെങ്കിലും ഒരു വീട്ടുകാർ നമ്മളെ വിളിച്ച് ആഹാരം തരുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു കല്യാണമോ അങ്ങനെയൊക്കെ വരുമ്പോൾ വെറൈറ്റി വേറെ ആളുകൾ വെച്ച കൈയുടെ ചോറ് കഴിക്കാനായിരിക്കും പൊതുവെ വീട്ടമ്മമാർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. കാരണം ഇന്ന് നമ്മൾ വെച്ച് തന്നെ ഉപ്പ് നോക്കിയ കാര്യങ്ങൾ തന്നെ നമ്മൾ കഴിക്കുന്നത്. അതിന് വലിയ രുചി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എത്രയൊക്കെയാലും അമ്മ വെച്ച കണക്ക് വരില്ല കേട്ടോ. എന്താ, യോജിക്കുന്നില്ലേ? ഓരോരുത്തരുടെ അമ്മമാർക്കും ഏതെങ്കിലും ഒരു ആഹാരം ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ഈ ഡോക്ടർമാരുടെ കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയത്തില്ലേ, ചിലർ പറയത്തില്ല എൻ്റെ അമ്മ വെക്കുന്ന മീൻകറി അല്ലെങ്കിൽ എൻ്റെ അമ്മ അരയ്ക്കുന്ന ചമ്മന്തി. അതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ അമ്മ വയ്ക്കുന്ന ചമ്മന്തിക്കറി, കടലക്കറി, ചമ്മന്തിപ്പൊടി, ഇതെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇറച്ചിക്കറി ചില ദിവസങ്ങളിൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കൊക്കെ നമുക്ക് ടിഫിനിൽ ചമ്മന്തി എന്തെങ്കിലും തോരനൊക്കെ ആയിരിക്കും. സ്കൂളിൽ വിട്ട് വീടിൻ്റെ അടുത്തെത്തുമ്പം വീട് നിറച്ചങ്ങ് ചിക്കൻ്റെ മണമായിരിക്കും. ഭയങ്കര മണമായിരിക്കും. പെട്ടെന്ന് തന്നെ അന്ന് ബാഗ് അങ്ങോട്ട് എടുത്തെറിഞ്ഞ് അമ്മമാരെയും കൈ എഴുതി വാടി. സത്യം പറയാം, ചില സന്ദർഭങ്ങളിൽ ഇല്ല അമ്മ യൂണിഫോം ഇപ്പം ഊരില്ല, കഴിച്ചിട്ടേ ഊരും, അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാം ഒരു പഴയ കാര്യങ്ങൾ നിങ്ങളെ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഞാനിങ്ങനെയാണ്. ഇനി ബോറടിപ്പിക്കുന്നില്ല.